സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്ന് കാണണം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഷെയർ ചെയ്യുക. എന്നോടൊരു കടക്കാരൻ മീൻ കൊടുക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു മീൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉള്ള ആളാണ്, അത്യാവശ്യം പൈസക്കുള്ള ആൾ തന്നെയാണ്. നമ്മളതിന് കുറ്റം പറയില്ല, അത് അയാളുടെ സമ്പാദ്യം നമ്മളതിനൊന്നും പറയില്ല. കടയാണ് നടത്തുന്നത്, സൂപ്പർ മാർക്കറ്റ് മറ്റുള്ള കടകളെ കൂട്ടിയിട്ടാണ് നടത്തുന്നത്. സാധാരണക്കാരാണ്, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. ഇനി പറയാൻ പോണ കാര്യങ്ങൾ കേൾക്കണം. ബ്രാലിന് എന്താ വില ചോദിച്ചു. നല്ല നാടൻ ബ്രാലി ഞാൻ 500 രൂപ പറഞ്ഞു. 600 700 ഒക്കെ ഓരോരുത്തർ വില ഉണ്ട്. 500 രൂപ ഞാൻ പറഞ്ഞു. അയാളിനോട് പറഞ്ഞു 350 റുപ്യ തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു 350 റുപ്യ തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി പറഞ്ഞു. 400 രൂപയ്ക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. 400 റുപ്യ കൊടുക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി പറഞ്ഞു. 450 രൂപയ്ക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു 500 രൂപ എന്നിട്ട് രൂപ കുറച്ച് തരില്ല, ഇതെൻ്റെ അധ്വാനമാണ്, എൻ്റെ കഷ്ടപ്പാടാണ്, വല്ലപ്പോഴും മാത്രമേ മീനിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ശരി ഓക്കെ വേണ്ട പറഞ്ഞു. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു പച്ചരിക്ക് എന്താ നിങ്ങളുടെ കടയിൽ വില ചോദിച്ചു. ആ പച്ചരി എനിക്കൊരു 10 കിലോ നിങ്ങൾ 20 രൂപ വെച്ചിട്ട് തരുമോ ചോദിച്ചു. ഞാൻ ന്യായമായിട്ടുള്ള കാര്യം നിങ്ങൾ പറയും, ആണോ അല്ലേ? അപ്പോൾ അയാളിൻ്റെ അടുത്ത് പറയാണ് നീ ആ വർത്താനൊന്നും പറയണ്ട, എൻ്റെ മീൻ വേണ്ടാന്ന് പറഞ്ഞു. ശരി, എനിക്ക് നിങ്ങളുടെ പച്ചരിയും വേണ്ട, ഞാൻ മേടിക്കാനല്ല ജസ്റ്റ് ചോദിച്ചു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയോ? ഇതാണ് പറഞ്ഞത്. കച്ചവടം എന്ന് പറഞ്ഞാൽ അവനാൻ്റെ ലാഭം മാത്രമേ, മറ്റുള്ളവർ കൂടി ലാഭം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണമല്ലേ. ഞാൻ എൻ്റെ ലാഭം മാത്രമേ നോക്കണം. മറ്റുള്ളവർ അയാൾ ആ മീൻ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 3 കിലോ 3.5 കിലോ ബ്രാലുണ്ട് വെച്ചെങ്കിൽ ഞാൻ അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എന്ന് വിചാരിച്ച് അയാളുടെ കടയിൽ 10 കിലോ പച്ചരി ഞാൻ മേടിക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ? ഇല്ല. അപ്പോൾ നാരത്തേരെ ഉളത്തരം കൊണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ നിൽക്കരുത്, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് വെള്ളത്തിൽ കിടക്കുന്ന സാധനം വെറുതെ കിട്ടില്ല. എന്നാൽ ഗോഡൗൺ കിടക്കണ പച്ചരി വെറുതെ കിട്ടില്ല എന്നല്ല, പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ മീൻ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്ന വേണം. പച്ചരി കിട്ടാൻ ആദ്യം കഷ്ടപ്പെടുന്നു വേണ്ട, പൈസ എൻ്റെ കൊടുത്തതിന് കിട്ടും. ഇല്ലേ? അതാണ്ടോ നല്ല അടിപൊളി ബ്രാലി നോക്ക്. അതൊക്കെ ബ്രാല് ഇവിടെ 2-3 ആളുണ്ട് കണ്ടാ, മനസ്സിലല്ലേ? അപ്പോൾ നമുക്ക് വില പറയുമ്പോൾ കഷ്ടപ്പാട് ബുദ്ധിമുട്ടി പിടിക്കണേനല്ല. മനസ്സിലായില്ലേ?